എന്താ ഈ നാറ്റം? അയ്യേ, എന്താണോ ഇത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എന്നാ? എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. താൻ പോയത് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി? തന്നോട് അവിടെ പോയി ഞണ്ണാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാന് ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന. ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നു. തന്നോട് ഞാൻ പറയുന്നത്, സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സ്വാമി ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അമ്മ ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്. എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? മതിയടോ വിളമ്പിയത്. എന്തേ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന് താഴെ എടുത്തു വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അത് തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാർ, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം. എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ, എണിക്കണോ? എന്താ എണിക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി ശവം തിന്ന് വിശപ്പടക്കണ്ട. കൊണ്ടുകളയാണോ? എന്ത് കൊണ്ടുകളയാൻ? എങ്ങനെ? എന്തെന്നാണ് പിടിച്ചു വലിക്കരുത് സ്വാമി, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്ക്. കളയടോ, കുളിമുറി, കുളിമുറി ഇവിടെ, കുളിമുറി. ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലമല്ലേ ഞാൻ പറഞ്ഞത്. എവിടേക്ക്? ഞാൻ ചോറ് കിട്ടു വരാന്ന്. ഞാൻ പിടിച്ചു വലിക്കരുതെന്ന് പറഞ്ഞു. എവിടേക്ക് വലിക്കലെന്നെ? സ്വാമി, ഞാൻ പറയണത് കേക്ക്. ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ, ഇന്നത്തോടെ ലാസ്റ്റ്. ഇനി ഞാൻ മേടിക്കില്ല, സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്ക്. അതെ, ഇതൊരു ചിക്കൻ കറിയാണ്. ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല ഞാനാ പറയണ. നിങ്ങൾ എടുത്തോ. ഞാൻ വിടില്ല. പോയി. അയ്യോ, ഉണ്ണി, ഉണ്ണി, എന്താമ്മേ ദേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന്? ചിക്കൻ കറി. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫേ. ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ ദേ വരുന്നു സ്വാമി. എന്താ? മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു. സമാധാനമില്ല. തിന്നോ തൈരും സാമ്പാറും പപ്പടവും. വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നണ നായിന്റെ പോലെ. ഇതാണ് പോട്ടെ. സാറെന്തോടെ കിടന്ന് കുരയ്ക്കുന്നത്? എടോ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോകില്ലടോ. തകർന്ന് ഉറങ്ങാമോ? ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. എവിടെ പോയി? എന്താ? അതെ, ചോറ് ഇരിപ്പുണ്ടോ? കുറച്ച് ചോറ് എടുക്കാൻ. അയ്യോ ഇല്ലല്ലോ, ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവല്ലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം, അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല, ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ, എന്തിനാ വെറുതെ സ്വാമിയെ പട്ടിന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശു അല്ലേ. ഇത് ശരിക്കും പട്ടി. അയ്യോ, എന്നിട്ടെന്താ? കിടന്ന് തുറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. അതെ, അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്താ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്. അതും കേട്ട് കിടന്ന് ഉറങ്ങാലോന്ന് വെച്ചിട്ടാ.